ഭാഗ്യം അനുകൂലം. അപ്രതീക്ഷിത നേട്ടങ്ങൾ 3 നാളുകാർക്ക്. സമ്പൂർണ്ണ ധനുമാസ ഫലമാണ് പറയുന്നത്. ധനു 1 മുതൽ 29 വരെയുള്ള ഒരു മാസത്തെ സാമാന്യ ഫലമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ജാതകാൽ കൂടി പരിശോധിച്ച് ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തേണ്ടതാണ്. അശ്വതി, അധിക ചെലവുകൾ ഉണ്ടാകും. യാത്രാവേളകൾ കൂടുതൽ കരുതലോടെയാവണം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അനാവശ്യ സംശയങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൻ്റേതല്ലാത്ത കാരണത്താൽ മറ്റുള്ളവരിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ട സാഹചര്യം കാണുന്നു. ഭരണി, എല്ലാം തുറന്നു പറയുന്നത് മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്ക് ഇടയാക്കും. അനിയന്ത്രിതമായ ക്ഷോഭ്യം പല വിപത്തുകൾക്കും വഴിയൊരുക്കും. മറ്റുള്ളവർക്ക് അനിഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന സംസാരം ഒഴിവാക്കുക. കർമ്മരംഗത്ത് അനർഹരുടെ സ്വാധീനം ദോഷം ചെയ്യും. ഭൂമി, ഭവനം മുതലായവയുടെ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാലം അനുകൂലമല്ല. കാർത്തിക, ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പലരെയും സഹായിക്കാൻ ശ്രമിക്കുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ ആലോചിച്ച് മാത്രമേ നടത്താവൂ. അനാവശ്യ വാഗ്ദാനത്തിൽ ഏർപ്പെടരുത്. സ്ത്രീകൾ മൂലം അപവാദത്തിലും ധനനഷ്ടത്തിനും ഇടയുണ്ടാകാൻ സാധ്യതയുണ്ട്. രോഹിണി, വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യത കൂടുതലുണ്ട്. മറ്റുള്ളവരുടെ ശത്രുക്കൾ ആയിരിക്കാൻ സമ്പാദ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വിജയപ്രതീക്ഷയോടെ തുടങ്ങിയ കാര്യങ്ങൾക്ക് അല്പം മങ്ങലേൽക്കുവാൻ സാധ്യതയുണ്ട്. കാര്യക്ഷമമായി പ്രശ്നങ്ങളെ നേരിടുകയും അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യുക. ഈശ്വരചിന്ത കൈവിടരുത്. സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. മകയിരം, ചതിയുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും നന്നായി ശ്രദ്ധിക്കണം. ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. തൊഴിൽ രംഗത്ത് ശത്രുക്കൾ ഉണ്ടാവാൻ ഇടയുണ്ട്. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നത് ആണ്. മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവാതിര, മാതാപിതാക്കളുടെ ശത്രുത സമ്പാദിക്കരുത്. സഹോദര സ്ഥാനീയരിൽ നിന്ന് പ്രതീക്ഷിച്ച ഗുണങ്ങൾ ഉണ്ടാവുകയില്ല. പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ ശത്രുക്കൾ ശ്രമിക്കും. അകന്നു നിന്നിരുന്നവർ അടുത്തു വരുമ്പോൾ ശ്രദ്ധിക്കുക. മേലുദ്യോഗസ്ഥരുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുക. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. പുണർദം, സ്വജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും ധനലാഭം ഉണ്ടാകുന്നതാണ്. പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയാനുള്ള യോഗം വരികയോ ചെയ്യുന്നു. അമിതവേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുന്നു. വാഹന ഉപയോഗം വളരെ സൂക്ഷ്മതയോടു കൂടി വേണം ചെയ്യുവാനായിട്ട്. ജീവിത വിജയത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കും. പൂയം നക്ഷത്രം, വാഹനയോഗം കാണുന്നു. ജോലി കാര്യങ്ങളിൽ പ്രതീക്ഷിത വർധനവ് ഉണ്ടാവും. അനുഭവഫലം കൂടുതലായി വരും. വാക്കുകളും പ്രവൃത്തികളും ഫലപ്രദമായി തീരുന്നതാണ്. വ്യാപാരത്തിൽ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കും. കുടുംബങ്ങളിലെ അകൽച്ച മാറിക്കിട്ടും. വിദ്യാർത്ഥികൾ പുതിയ പാഠ്യവിഷയങ്ങൾ പഠിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരേണ്ടതാണ്. ആയില്യം, കുടുംബത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. വസ്തു സംബന്ധമായി ചില അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാം. കാര്യനിർവഹണ ശക്തി വർദ്ധിക്കും. ശത്രുദോഷം കുറയും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം പ്രവേശനം ലഭിക്കും. മകം, ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസത്തിന് ഇടയുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. കുടുംബ സ്വത്തുക്കൾക്ക് വേണ്ടി തർക്കമുണ്ടാകും. മറ്റ് സ്ത്രീകളുമായുള്ള അടുപ്പം കലഹത്തിന് വഴിതെളിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഷ്ടപ്പെടുന്നവരാണ് ഇവർ. ഈശ്വര പ്രാർത്ഥന നന്നായി ചെയ്യുക. അടുത്ത നക്ഷത്രം പൂരം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ ഇടയുണ്ട്. കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ്. ഭൂമി വാങ്ങാനുള്ള യോഗം കാണുന്നു. സഹോദര ഗുണം ഉണ്ടാകും. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നേരിൽ കാണാൻ കഴിയുന്നു. ഉത്ര നക്ഷത്രം, അക്ഷീണമായ പരിശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാക്കും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. പൊതുകാര്യങ്ങൾക്ക് വേണ്ടി പണവും സമയവും ചെലവഴിക്കും. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉറ്റമിത്രങ്ങളെ തള്ളിപ്പറയരുത്. അത്തം നക്ഷത്രം, ഉദര സംബന്ധമായ ചില അസുഖങ്ങൾ ശല്യം ചെയ്തേക്കാം. മേലുദ്യോഗസ്ഥന്മാരുടെ അപ്രീതിക്കിടയുണ്ട്. യുക്തിക്ക് നിരക്കാത്ത ചില പ്രവൃത്തികൾ ചെയ്യുവാൻ ഇടയുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ചേർച്ചയില്ലായ്മ ഉണ്ടാകും. പണമിടപാടുകൾ കരുതലോടെ വേണം ചെയ്യുവാനായിട്ട്. അതിവേഗത്തിലുള്ള വാഹന ഉപയോഗം ഉപേക്ഷിക്കുക. അടുത്തത് ചിത്തിര. വ്യവസായ രംഗത്ത്
വളർച്ചയ്ക്ക് പ്രതീക്ഷിച്ച ലാഭം കാണില്ല. ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം ഉൾക്കൊള്ളണം. ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങൾ ദോഷഫലം ചെയ്യുന്നു. ധനത്തിൻ്റെ പേരിൽ സ്വജനങ്ങളുമായി പിണങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം കാണുന്നു. സ്ത്രീകൾ മൂലം ധനനഷ്ടത്തിനും അപവാദത്തിനും ഇടയുണ്ടാക്കും. ചോതി നക്ഷത്രം. എല്ലാ കാര്യങ്ങളിലും വെടിപ്പും വൃത്തിയും ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ ക്രിയാത്മകമായ ഉയർച്ചയുണ്ടാകും. ദാനധർമ്മങ്ങൾ ചെയ്യും. സ്വജനങ്ങളുടെ സഹായം വർദ്ധിക്കും. സന്താനങ്ങൾക്ക് നേട്ടമുണ്ടാകും. ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും. മാതൃസ്വത്ത് ലഭിക്കും. വ്യവസായ രംഗങ്ങളിൽ കാലം വളരെ അനുകൂലമാണ്. വിശാഖം. പാഴ്ചെലവുകൾ കൂടും. രോഗകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാകും. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിർഭയം ചെയ്യാൻ തയ്യാറാകുന്നത് മൂലം പലരുടെയും അതൃപ്തിക്കും ഇടയാക്കും. കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ നല്ല ശ്രദ്ധ വേണം. അനിഴം നക്ഷത്രം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുമായി കലഹിക്കുന്നവരാണ് ഇവർ. മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ ആപത്തുകളും ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഇടപാടുകളിൽ ഉൾപ്പെടാതിരിക്കാൻ നോക്കണം. വാക്കുതർക്കങ്ങളിൽ നിന്ന് യുക്തിപൂർവം പിന്മാറുക. തൃക്കേട്ട നക്ഷത്രം. കൂട്ടു ബിസിനസ്സിൽ നഷ്ടത്തിനിട വരാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. സ്ത്രീകൾ മൂലം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഈശ്വരാനുഗ്രഹത്താൽ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ദമ്പതികൾ പിണക്കങ്ങൾ കഴിവതും ഒഴിവാക്കി രമ്യതയിൽ വർത്തിക്കുവാൻ ശ്രമിക്കുക. മൂലം നക്ഷത്രം. ഉദ്യോഗത്തിൽ ഉത്തരവാദിത്വം കൂടും. ബന്ധുക്കളുടെ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. തങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോകരുത്. കൂടുതൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. യാത്രകൾ കരുതലോടെയാവണം. പൂരാട നക്ഷത്രം. സാമ്പത്തിക ഇടപാടുകൾ തർക്കം കാരണം നീളാൻ സാധ്യതയുണ്ട്. വാക്കുതർക്കങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവാതെ നോക്കണം. ആഡംബരം ഒഴിവാക്കുക. സ്ത്രീകളുമായുള്ള അതിരു കവിഞ്ഞ ബന്ധം ദുഷ്പേര് സമ്പാദിക്കാൻ ഇടവരുത്തും. എല്ലാ കാര്യങ്ങളും സമചിത്തതയോടെ കൈകാര്യം ചെയ്യുക. ദുഷിച്ച കൂട്ടുകെട്ടുകളും ലഹരി വസ്തുക്കളും വർജിക്കുക. അടുത്തത് ഉത്രാട നക്ഷത്രം. ഇഷ്ടജനങ്ങൾ ശത്രു ചേരിയിലാകാൻ ഇടയുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവം കാണിക്കും. ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ചു ചെയ്യണം. അശ്രദ്ധ മൂലം പല ദോഷങ്ങളും ഉണ്ടാകും. ചതിയിൽപ്പെടാൻ സാധ്യതയുള്ളതിനാൽ നന്നായി ശ്രദ്ധിക്കുക. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ധനമിടപാടിൽ ജാഗ്രത പാലിക്കുക. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. വാഗ്ദാനങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യണം. വാക്കുദോഷം വരാതെ നോക്കണം. സഹോദരങ്ങളുടെ നിസ്സാരമായ പെരുമാറ്റം മനോവിഷമത്തിന് ഇടയാക്കും. വാഹന ഉപയോഗം കുറയ്ക്കുക. മുൻകോപം നിയന്ത്രിക്കുക. അവിട്ട നക്ഷത്രം. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എതിർപ്പുകളെ ധീരമായി നേരിട്ട് പരാജയപ്പെടുത്തും. അവിചാരിതമായി പണം ചെലവഴിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അപമാന ശ്രവണത്തിന് സാധ്യതയുള്ളതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പരമാവധി കുറയ്ക്കുക. അടുത്തത് ചതയ നക്ഷത്രം. ശ്രദ്ധക്കുറവ് മൂലം ധനനഷ്ടത്തിനും അപകടങ്ങൾക്കും ഇടയുണ്ട്. വിവാദപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് മനസ്സ് വിഷമിക്കും. ചില അപരിചിത വ്യക്തികൾ വഴി കുടുംബ കലഹത്തിന് സാധ്യത കാണുന്നുണ്ട്. എല്ലാവിധ നേട്ടങ്ങൾക്കുമായി മനസ്സ് നിയന്ത്രിക്കുന്നതും ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നതും ഉത്തമം. കുടുംബങ്ങളിൽ ഐക്യവും സന്തോഷവും നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധിക്കുക. പൂരിരുട്ടാതി. സൽപ്പേര് നേടുന്നവരാണ് ഇവർ. സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും. കുടുംബത്തിൽ ഉണ്ടായിരുന്ന അപസ്വരങ്ങൾ മാറിക്കിട്ടും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളിലും ഉയർച്ച കാണുന്നു. ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിരാശബോധം മാറിക്കിട്ടും. ഈശ്വരചിന്ത വർദ്ധിക്കും. വാക്സാമർഥ്യം കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. അടുത്തത് ഉത്രട്ടാതി. സന്താനങ്ങൾ മൂലം പ്രശസ്തിയും സമൂഹത്തിൽ ആദരവും ഉണ്ടാകും. ഏറ്റവും അടുത്ത ബന്ധുക്കൾ സാമ്പത്തികപരമായി സഹായിക്കുമെന്നാണ്. പിതാവിൻ്റെ സ്വത്തുക്കൾ കൈവശം വരുന്നു ചേരും. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സ്ഥാനങ്ങൾ മൂലം അഹങ്കരിക്കരുത്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. രേവതി. കുടുംബത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും കൂടുതൽ വാഹനയോഗം കാണുന്നു. കടബാധ്യതകളിൽ നിന്ന് അല്പം മോചനം ഉണ്ടാകും. തൊഴിൽപരമായി ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥ മാറിക്കിട്ടും. ധനലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അവസരം ലഭിക്കുന്നു. ഇതിൽ നിങ്ങളുടെ ജനിച്ച സമയം വെച്ച് അല്പം വ്യത്യാസങ്ങൾ വരാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ജ്യോതിഷരുമായി നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാവുന്നതാണ്. തിരുവനന്തപുരത്തും എറണാകുളത്തും ഞങ്ങൾക്കിപ്പോൾ കൺസൾട്ടിംഗ് ഉണ്ട്. കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വന്ന് കാണാവുന്നതാണ്. നന്ദി.